മൗലിക കോഗ്നിഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വീട്ടിൽ ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് ചുമരിലോ അതല്ലെങ്കിൽ കബോർഡിലൊക്കെ വെക്കാൻ പറ്റുമോ, ഡിസ്പ്ലേ യൂണിറ്റിലൊക്കെ വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം. അപ്പം ഈ വഹാബി ആശയക്കാരാണ് ഇത് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. മഹാത്മാക്കളുടെയോ കുടുംബക്കാരുടെയോ ബന്ധുക്കളുടെയോ ഉലമാക്കളുടെയോ പണ്ഡിതന്മാരുടെയോ ഒക്കെ ചിത്രങ്ങൾ ബഹുമാനപൂർവ്വം വീട്ടിലെ ചുമരുകളിലോ അതല്ലെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റ് ക്യാബിനറ്റിലോ ഒക്കെ വെക്കാൻ പറ്റുമോ എന്നുള്ളത് വിഷയങ്ങളിൽ വഹാബികൾ ധാരാളം ഫിത്തനകൾ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണക്കാർ ഇത് കാരണം ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതല്ലെങ്കിൽ സംവിധാനങ്ങളെയും ഒക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് വഹാബികൾ ഇതര പുത്തൻ പ്രസ്ഥാനക്കാരും കൊടികൾ നാട്ടാൻ ശ്രമിക്കുന്നത്. കാരണം ഈ സമൂഹത്തിൽ ഒരു പുതിയ പ്രസ്ഥാനം കടന്നു വരുമ്പോൾ ആ സമൂഹത്തിൽ നിൽക്കുന്ന ചില കാര്യങ്ങളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് വിമർശിക്കുകയും അതിനെതിരെ ജനങ്ങളിൽ ഭീതിയും അതേപോലെ ഫോബിയ, ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറയുന്ന പോലെ പലതരം ഫോബിയകൾ ജനങ്ങൾ ഭീതി സൃഷ്ടിക്കണം. മുസ്ലിങ്ങൾ ഷിർക്ക് ഹറാം എന്നുള്ള ഫോബിയയിൽ വേഗം വീഴുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ. ഷിർക്ക് ബിദ്അത്ത് ഹറാം എന്നീ വാക്കുകൾ വളരെ ധാരാളമായി വഹാബി പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ പരമ്പരാഗത സുന്നി സൂഫി സമൂഹത്തിൽ വേരുറപ്പിക്കുന്നത്. കാരണം ജനങ്ങളിൽ ഭീതി വിതച്ചുകൊണ്ട്, ഭയം വിതച്ചുകൊണ്ട് അതല്ലെങ്കിൽ സംശയം വിതച്ചുകൊണ്ട്, കൺഫ്യൂഷൻ, ഫിത്ന, ഫസാദ് എന്നുള്ള വിഷയങ്ങൾ അത് വിതച്ചുകൊണ്ടാണ് ഇവർ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ചിത്രങ്ങൾ വെക്കുന്നതിന് ഭയങ്കര വിമർശനം ഉന്നയിക്കുന്നത്. ഇത്തരം വഹാബി പണ്ഡിതന്മാർ, ഈ വഹാബി പൊട്ടന്മാർ, അസീം അൽ ഹക്കീം അടക്കമുള്ള ആളുകൾ ധാരാളം ചിത്രങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. വഹാബികളുടെ ചാനലായിട്ടുള്ള ഇമാൻ ചാനൽ, ഞങ്ങൾ നമ്മുടെ ഒരു ലാപ്ടോപ്പിലോ ഇവിടെ ഒരു ചിത്രമുണ്ട്. അവർ ഫിറോനെ കുറിച്ച് പറയുന്ന ഒരു ചർച്ചയിൽ ആ സ്റ്റുഡിയോയിലുള്ള ചുമരിൽ ഫിറോൻ്റെ ഒരു മമ്മിഫൈഡ് പിക്ചർ ഇരിക്കുന്നുണ്ട്. ഇമാൻ ചാനൽ UK ബേസ്ഡ് സലഫി ചാനലാണ്. അപ്പം ഇവർക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. വീട്ടിൽ സ്വന്തം മക്കളുടെയോ മാതാപിതാക്കളുടെയോ ചിത്രം വെക്കാൻ പാടില്ല, ഷെയ്ഖുമാരുടെയോ പണ്ഡിതന്മാരുടെയോ ഒന്നും ചിത്രങ്ങൾ വെക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് തെറ്റിദ്ധാരണയാണ്. ഇത് ഷിർക്ക്, ഹറാം, ബിദ്അത്ത്. അതായത് ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിംബാരാധന, ഹറാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമപ്രകാരം നിഷിദ്ധമായ കാര്യം, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയ അനാചാരം എന്നൊക്കെ ഉള്ള തലത്തിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇവർ ചിത്രങ്ങൾക്കെതിരെ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇവരുടെ ഒരു ടാക്ടിക്, തന്ത്രമാണ്, സ്ട്രാറ്റജി, തന്ത്രമാണ്. കാരണം ഇങ്ങനെ ഭീതി വിധിച്ചുകൊണ്ടാണ് ഇവർക്ക് ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഇവരുടെ രഹസ്യ നിഗൂഢ സംഘങ്ങൾ, കൾട്ട് സിസ്റ്റം, അതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പം ചില ആളുകൾ ഞങ്ങൾ തൗഹീദാണ് എന്ന് പറഞ്ഞ് രംഗത്തിരിക്കുന്നു. പക്ഷെ ഇതിൽ തൗഹീദും ഒരു ഒലക്കേ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് ചില തെളിവുകൾ തരാൻ പോവുകയാണ്. ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോ, തൊട്ടതായ വലതുവശത്ത് വൈറ്റ് ഹൗസും പോസ്റ്റ് ചെയ്ത വീഡിയോ കാണാൻ പറ്റും. ഇത് സൗദി പാലസിൽ ഉള്ള ചിത്രമാണ്. അവിടെ സൗദി രാജാവിൻ്റെ ഫോട്ടോ കാണാൻ പറ്റും. മരണപ്പെട്ടു പോയ ആളുടെ ഫോട്ടോ ബഹുമാനപൂർവ്വം അവരവരുടെ പാലസിൽ, കൊട്ടാരത്തിൽ ചുമരിൽ പതിച്ചിരിക്കുന്നു. നല്ല ഫ്രെയിം ചെയ്ത്, നല്ല ഗോൾഡൻ ഫ്രെയിം ചെയ്ത്. വഹാബികൾ പറയുന്നൊരു കാര്യമുണ്ട്, സൗദിയിലൊന്നും മക്ബറയും മക്കാമും മൗലീദും മാലയും നേർച്ചയും സലാത്ത് മജ്ലിസ് ഒന്നുമില്ല, തൗഹീദുള്ള സ്ഥലമാണ് അവിടെ എങ്കിൽ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ തൗഹീദുള്ള സ്ഥലത്ത് ഇങ്ങനെ ഷിർക്കിൻ്റെയും ഹറാമിൻ്റെയും വിധത്തിൻ്റെയും ചിത്രച്ചമറിൽ വന്നു എന്നവരോട് ചോദിച്ചാൽ അവരെ ഞൊടിഞ്ഞാൻ പറയും. അവർ പറയും സൗദി ഒന്നുമല്ല, ഇസ്ലാമിൻ്റെയും ദീനിൻ്റെയും അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണെന്ന് പറയും. ഇത്തരം ഡബിൾ ഫേസ്ഡ് ആയിട്ടുള്ള ഇരട്ടമുഖമുള്ള കാമഡിയും ഈ ഇരട്ടമുഖമുള്ള ഈ ആളുകൾ, ഇരട്ടത്താപ്പുള്ള ഈ ആളുകൾ, ഈ വഹാബികൾ മുനാഫിക്കുകളാണ്. അതുകൊണ്ടാണ് ഈ സൂഫി സുന്നി ആദർശങ്ങൾ വെച്ച് പറയുമ്പോൾ സൗദിയിൽ ഉറൂസില്ല, ആണ്ട് നേർച്ചല്ല, മൗലിദില്ല, മാല ഇല്ല എന്ന് പറയുന്ന ആളുകൾ, അതേപോലെ തന്നെ സൗദിയിൽ ഫോട്ടോ ഉണ്ടോ ചുമരിലുണ്ട്, അപ്പം അതെന്താ തെളിവ്? അത് തൗഹീദിന് തെളിവാണ്. അപ്പോൾ ഇവർ മലക്കം മറിയും ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് സംഘടന വളർത്താൻ വേണ്ടി ആളുകൾ എന്ത് ചെയ്യും? മതത്തെ വളച്ചൊടിച്ച് മനുഷ്യനിർമ്മിത നിയമങ്ങളെയും അഭിപ്രായങ്ങളെയും അള്ളാഹുവിൻ്റെ അല്ലെ ദൈവത്തിൻ്റെ നിയമമായി അവതരിപ്പിക്കും. മാർക്കോസിൻ്റെ സുവിശേഷം 7 മുതൽ 9 വരെ വചനങ്ങൾ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ നിയമം മാറ്റിവെച്ച് പണ്ഡിതന്മാരും പുരോഹിതന്മാരും തന്ന നിയമങ്ങളാണ് നിങ്ങൾ പിന്തുടരുന്നത് പറയുന്നുണ്ട്. ഇസ്ലാമിലെ ഭൂരിപക്ഷ നിയമങ്ങളും 70% നിയമങ്ങളും ഇതേപോലെ പല കാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും എഴുതി വെച്ച നിയമങ്ങളാണ്. അത് അള്ളാഹു നബിയോ നേരിട്ടിറക്കി തന്നിട്ടുള്ള നിയമങ്ങളല്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് നേരം വെളുക്കാൻ തുടങ്ങുക. മനസ്സിൽ ഒരു ഉദയം ഉണ്ടാവില്ലേ? ആ ഉദയം അല്ലാത്തതിന് കാരണം ഇത്തരം കൾട്ട് നിഗൂഢ സംഘങ്ങളുടെ അനുയായികളായി അതാണ് ശരി, ഇവർ പറയുന്ന നിയമങ്ങളാണ് ശരീഅത്ത് എന്നൊക്കെ ഉള്ള ധാരണയിൽ അങ്ങനെ പോകുന്നത് കൊണ്ടാണ്. അങ്ങനത്തെ വ്യാജ ശരീഅത്തുകൾ സുന്നി ഇസ്ലാമിലുണ്ട്. വഹാബി ഇസ്ലാമിൽ ഇപ്പോൾ അത് കൂടുതലാണ്. വഹാബികളാണ് പുതിയ ശരീഅത്തുകൾ കൂടുതൽ നിർമ്മിച്ച് ഇറക്കുന്നത്. അതിന് ഹദീസുകളൊക്കെ അവർ വളച്ചൊടിക്കുന്നുണ്ട്. മാലയും മൗലൂദും ഇല്ലാത്ത സൗദി അറേബ്യയിൽ അവരുടെ ഓഫീസുകളിലും എംബസികളിലും പാലസുകളിലും ധാരാളം ഇമേജുകൾ, ചിത്രങ്ങൾ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ കാണാൻ പറ്റും ഒരു പരുന്തിൻ്റെ പ്രതിമ, ബിംബം കാണാൻ പറ്റും ഇവിടെ. അപ്പം ഇതൊക്കെയാണ് ഈ സൗദിയിൽ മാലയും മൗലൂദുമില്ല, ദിക്ർ ഹൽക്കകളില്ല എന്ന് പറയുന്ന വഹാബികളുടെ നാട്ടിലെ ഇസ്ലാമിക ശരീഅത്ത് പിന്തുടരുന്ന സൗദിയിലെ അവസ്ഥ. അപ്പം വഹാബികളുടെ ഈ ഇരട്ട മുഖം അത് നമുക്ക് അവിടെ വ്യക്തമാണ് വീണ്ടും. കിങ് അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് ഇവിടെ കാണാൻ പറ്റും. ഒരു കുതിരയുടെ ചിത്രം കാണാൻ പറ്റും ഈ ചുമരിൻ്റെ മുകളിൽ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. So the Wahhabi is saying that images is haram is their hypocrisy and double standard when it comes to Sufis or family pictures or the pictures of Sufi sheikhs or imams or Ottoman sultans or other classical sultans images they rebuke, but they have themselves have different images. അപ്പോൾ ഈ ഇമേജുകളെല്ലാം വളരെ ഇവിടെ കാണാൻ പറ്റും. അവരുടെ സൗദ് കുടുംബത്തിൻ്റെ ഫൗണ്ടറുടെ ഇമേജ് ഇവിടെ കാണാൻ പറ്റും ഈ സൈഡിൽ, ഈ വശത്ത്. സോ യു ക്യാൻ സീ ഓൾ ദീസ് ഇമേജസ് ഓൾ ഓവർ ആൻഡ് ദീസ് നാസ്റ്റി ഇഡിയറ്റ് വഹാബീസ് ദേ കം ആൻഡ് സേ ഇമേജ് ഈസ് ഹറാം ആൻഡ് കൺഫ്യൂസ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ, മുസ്ലിംസ്, കോമൺ മുസ്ലിംസ്. സാധാരണ വിശ്വാസികളെ ഇവർ ഇങ്ങനെ ഭീതിയുടെയും സംശയത്തിൻ്റെയും നിഴലിലാക്കുന്നു. They say that there is no Mala Maulid in Saudi Arabia, there is no Urs or Maulid. So because they have got the real Islam in Saudi. So what about this picture? One other side they speak Al-Azim, Sheikh Al-Azim, all these nuts, they say that images are haram and they got all these images on the wall. ഒരു വശത്ത് അവർ ഇമേജും ചിത്രങ്ങളൊക്കെ ഹറാമാണെന്ന് പറയുകയും മറ്റു വശത്ത് അവരുടെ ആളുകൾ തന്നെ അത് ചിത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. ചിത്രങ്ങൾ ഉപയോഗിക്കാതെ വഹാബികൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള മറ്റുള്ളൊരു തെളിവാണ്. ചിത്രങ്ങളില്ലാത്തൊരു മീറ്റിംഗ്, ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ പരിപാടികൾ പോലും ഇവിടെ അല്ല. ആ ഇവരുടെ നേതാവിൻ്റെ ചിത്രമാണ് ചുമരുള്ളത്. അതിൻ്റെ താഴെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് കൊടിയുടെ വരെ സ്ഥാനം. അപ്പം ഈ പതാകയുടെ സ്ഥാനം വരെ ഇത്തരം ചിത്രത്തിൻ്റെ കാൽക്കീഴിലാണ്. എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ യു ലുക്ക് എവരിവെയർ യു സീ ദ വഹാബീസ് ഹാവിങ് ഓൾ ഇമേജസ് ഓഫ് ദെയർ റൂളേഴ്സ് ആൻഡ് ലീഡേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, and all over their house, their shops, their malls, their embassies. എംബസികളിലും ഷോപ്പിലും മാളിലും എല്ലാം ഈ ചിത്രങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ കേരളം പോലത്തെ വഹാബിസം താഴ്ചൊള്ളാത്ത സ്ഥലങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ ഹറാമാണ്, ശിർക്കാണ്, ബിദ്അത്താണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ആളുകളെ കൂട്ടാൻ നിൽക്കുന്നതിൽ ഇവർക്ക് ഭയങ്കര വൈദഗ്ധ്യമാണ്. അങ്ങനെയാണ് പല പുത്തൻ പ്രസ്ഥാനങ്ങളും സമൂഹത്തിൽ വളർന്നു വരുന്നത്. Prophet Muhammad sallallahu alaihi wasallam says there will be misguided scholars. They give a verdict. അവർ ഫത്വ നൽകും. അറിവില്ലാതെ അവർ മതവിധികൾ പുറപ്പെടുവിക്കും. അത്തരം പണ്ഡിതന്മാർ വരും. അവർ വൈവച്ചവർ മറ്റുള്ളവരെ വൈവയ്ക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമുക്ക് ധാരാളം വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പറ്റും. സ്വർഗത്തിൽ വരെ ചിത്രം ശിർക്കും ബിദ്അത്തും ഹറാമും മോശപ്പെട്ടൊരു കാര്യമാണെങ്കിൽ, if drawing picture is haram, shirk and bid'ah, then what the hell is happening in the heaven? That says that the hadith says that there is a paradise have a market and a picture is available there. ഹദീസ് കാണാൻ പറ്റും ഇവിടെ.
ധാരാളം ഹദീസുകളുണ്ട് ഇതേപോലത്തെ. സഹീഹ് മുസ്ലിം, മനുഷ്യനെ തന്നെ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ ഛായയിലാണെന്ന് പറയുന്നത് സൂറത്ത് ഹദീസ് കാണാൻ പറ്റുന്നു. സ്വർഗത്തിൽ തെരുവുണ്ട്, അവിടെ ചിത്രങ്ങൾ വിൽക്കുന്ന സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. ചിത്രത്തെ ആരാധിക്കുന്നവർ മാത്രമാണ് ആ ചിത്രത്തിലേക്ക് മടക്കപ്പെടുക എന്ന് ഹദീസിൽ പറഞ്ഞിരിക്കുന്നു. വർഷിപ്പർ ഓഫ് ഇമേജസ്, ആരും ചിത്രത്തിനെ ആരാധിക്കുന്നില്ലല്ലോ. ചിത്രം ബഹുമാനപൂർവ്വം ഓർമ്മയ്ക്കായി സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് ചിത്രം. എന്ന് ചുമരിലാവാം, ലൈബ്രറിയിലാവാം, ആൽബത്തിലാവാം. അതിപ്പോൾ എവിടെ വെക്കുന്നതെന്നുള്ള വിഷയം വരുന്നില്ല. അപ്പം ആരാധിക്കാൻ വേണ്ടി ചിത്രം വെക്കാൻ പാടില്ലാണ് ഇസ്ലാമിക നിയമം. ആരാധനയായിട്ട് എടുക്കാൻ പാടില്ല ഇമേജുകൾ, ചിത്രങ്ങൾ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മൊത്തം ചിത്രങ്ങളാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ചിത്രങ്ങളെ ആരും ആരാധിക്കുന്നില്ല പൊതുവെ. ചിത്രങ്ങളെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെയും കന്യാമറിയത്തിൻ്റെയൊക്കെ ചിത്രങ്ങളുള്ള ചർച്ചുകളാണ് ഓർത്തഡോക്സ് ചർച്ചുകൾ, കാത്തോലിക്ക ചർച്ചുകളും. പക്ഷേ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് ഈ ക്രിസ്ത്യാനികൾ, അതായത് സന്യാസിവര്യന്മാരും പുരോഹിതന്മാരുമുള്ള ഈ ചർച്ചുകളാണ് ഈ മുസ്ലിങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്ത വിശ്വാസത്തിലടുത്തവർ. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ചിത്രത്തിനല്ല ആരാധിക്കുന്നത്. ചിത്രത്തിന് അതിൻ്റെ ഒരു ചർച്ചിൻ്റെ ആംബിയൻസ്, അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയാണ് ചെയ്യുന്നത്. അല്ല ചിത്രം ദൈവമാണെന്ന് പറഞ്ഞാൽ ഒരു ചിത്രത്തിനെ ആരാധിക്കുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്തരം വഹാബി പൊട്ടത്തരങ്ങളിൽ പെട്ടുപോകാതെ നോക്കുക. ഇത്രയും പറയാനുള്ളൂ.